സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി കേരള കോൺഗ്രസും പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. പാലായിൽ ജോസ് കെ മാണി തന്നെയാണ് അംഗത്തിനിറങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ജോസ് കെ മാണി എനിക്കൊപ്പം ചേരുകയാണ്. പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെയും ഇടതുപക്ഷത്തിൻ്റെ ഏജൻറ്റുമാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ സംഘടനാ നേതാക്കന്മാരുടെ യോഗം കൂടിയിരുന്നു. 10,000 പേര് അത് ആ സംഘടനാ യോഗത്തിലുണ്ടായിരുന്നു. ഏതൊക്കെയായാലും ക്യാമ്പയിൻ കിക്ക് ഓഫായി. നല്ലൊരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം പാലാ തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ വേഗത്തിലായിരുന്നു പ്രഖ്യാപനം. ചുരുങ്ങിയ ദിവസം മാത്രം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചുരുങ്ങിയ ദിവസം ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാണോ? അത് ഞാനൊരു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയത്, നമുക്കറിയാം മാണി സാറ് പാല വിട്ട് മരണമടഞ്ഞത്, പാല വിട്ട് പോയി എന്ന് തന്നെ പറയാം, ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു. അതിനുശേഷം പാല അനാഥമായി എന്ന് തന്നെ പറയാം. കാരണം പാലായിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പ്രതാപം, ആ വികസനം, ആ നല്ല കാലഘട്ടം ഇല്ലാതെയായി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ 9-ാം തീയതിയാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു നിമിത്തമായിട്ട്, അതൊരു ദൈവാനുഗ്രഹമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി അതിൻ്റെ പിന്നിൽ കാണുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഏപ്രിൽ 9-ാം തീയതി പാല ഇടതുപക്ഷം തിരിച്ചു പിടിച്ചിരിക്കും. അതിനുള്ള ഒരു ഒരു തെളിവാണ് ഇതേ ദിവസം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരള സംസ്ഥാനത്ത്, ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. സംഭവിച്ചു പോയ ഒരു ചെറിയ പിഴവ് മാണി സാറിൻ്റെ ഓർമ്മ ദിനത്തിൽ പാലക്കാർ തിരുത്തുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുള്ളത് ഈ ചുരുങ്ങിയ സമയവും മാത്രമേ ഉള്ളൂ. അത് ഏപ്രിൽ 9-ാം തീയതി തന്നെ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എത്രയോ കാര്യങ്ങൾ എല്ലാ പ്രദേശങ്ങളും ചെയ്തിരിക്കുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അത് പ്രതിപക്ഷം ഭരണപക്ഷം നോക്കാതെയാണ് വികസന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം പോലും പാലായ്ക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ തുടർഭരണത്തിന് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇടതുപക്ഷം, അതിനോടൊപ്പം പാലായും അതിനകത്ത് പ്രതിദാനം ചെയ്യാൻ, ഇടതുപക്ഷത്തിന് പ്രതിദാനം ചെയ്യാൻ കഴിയണം എന്നുള്ളത് ഒരാഗ്രഹമാണ് അവർക്കുള്ളത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. എങ്ങനെയാണ് വരും ദിവസങ്ങളിലെ ഈ ചുരുങ്ങിയ ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇന്ന് തന്നെ റോഡ് ഷോ വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം കൺവെൻഷൻസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിയോജകമണ്ഡലം കൺവെൻഷൻ, മണ്ഡലം കൺവെൻഷൻസ് വെച്ചിട്ടുണ്ട്. നോമിനേഷൻ്റെ ഇടയ്ക്ക് വരുന്നു. ഏറ്റവും കൂടുതൽ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സമയം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പ്രഖ്യാപനം വൈകിയെങ്കിലും നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ ആരംഭിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് ശരിയാണ്? സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം നേരത്തെ തന്നെ ചെയ്തിരുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷവും കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്നു. അല്ലാതെ മത്സരിച്ച സീറ്റുകൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏപ്രിൽ 9 മാണി സാറിൻ്റെ ഓർമ്മ ദിനമാണ്. ആ ഓർമ്മ ദിനത്തിൽ പാലായിൽ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണി ഉള്ളത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.